ഒന്ന് പറയും. ശരിക്കും നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ മനസ്സിലാക്കിയത് ചോദിച്ചത് കിട്ടുന്നത് മാത്രമാണ്. ദുആക്ക് അള്ളാഹു ഉത്തരം തരങ്ങൾ ഏത് രീതിക്കാ? 3 രീതിക്ക്. ഒന്നെന്താ? ചോദിച്ചതന്നെ തരും. ഇല്ലെങ്കിലോ ചോദിച്ചതിനേക്കാൾ വലുത് തരും. നമുക്ക് ഒരാളൊരു ബുദ്ധിമുട്ടിനെ തട്ടിക്കളയും. ഇല്ലെങ്കിലോ ആഖിറത്തും തരും. ഏതാ ഏറ്റവും ബെറ്റർ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാണ്. എപ്പോഴാ കിട്ടുക? നമ്മൾ നന്മ തിന്മ തൂക്കുന്ന സ്ഥലത്ത്, ഇനിയൊരു നന്മയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ഒരു തിന്മയും മായ്ച്ചു കളയാൻ പറ്റാത്ത ദുനിയാവിലേക്കൊന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്യാൻ അവസരം കിട്ടുന്നത് കൊതിക്കുന്ന സമയത്ത് നമ്മുടെ നന്മയുടെ ഏടിലേക്ക് സമ്മാനങ്ങളെ വന്ന് വീഴുമ്പോൾ സന്തോഷം കൊണ്ട് ആശ്ചര്യപ്പെട്ട റബ്ബിനോട് ചോദിക്കും, പടച്ചോനെ ഇതേതാ നന്മന്ന്? പടച്ചോൻ പറയും, നീ ദോർന്നപ്പോ നിനക്ക് വേണ്ടി ഉത്തരം തരാതെ മാറ്റിവെച്ച സമ്മാനാന്ന് പറയും. ശരിയല്ലേ? പ്രബോധനം, സാമൂഹിക പരിസരം എന്ന വിഷയം അവതരിപ്പിച്ച് റഫീഖ് ചെന്നൈ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒന്ന് എണീറ്റുക്കോ കുറച്ചു നേരം. ഞാനൊരു ഹദീസിൻ്റെ വചനം പറയാം. ഹൃദയം കൊണ്ട് പറയാനും കേൾക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 മുഅ്മിനീങ്ങൾ പരസ്പരം കൈകൊടുത്ത് സലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 പേരുടെയും ദോഷം അള്ളാഹു പുറത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ കേട്ടോ? നമുക്കാർക്കും ദോഷം പൊറുക്കാണ്ടോ? ഒന്ന് കൈപിടിച്ച് സലാം പറയും. ശരിക്കും ആ കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 മുഅ്മിനീങ്ങൾ പരസ്പരം കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പേരുടെയും ദോഷം അള്ളാഹു പൊറുക്കുന്നല്ല. എങ്ങനെയാണ്? പുറത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ചിന്തയിൽ നന്നായിട്ടൊന്ന് കൈ പിടിച്ച് സലാം പറഞ്ഞിട്ടൊന്ന് കൈ കൊടുക്കണം. ഇനി ഇരിക്കേ. ആരെങ്കിലും ഇപ്പോഴും കൈവിടാത്തവരുണ്ടെങ്കിൽ ആ കൈയൊന്ന് പൊക്കി പിടിക്കണം. ഇപ്പോഴും കൈവിടാത്തവരുണ്ടെങ്കിൽ മാഷാ അല്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഉള്ളറിഞ്ഞ് പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എനിക്ക് കുറച്ച് സമയമാണ് അനുവദിച്ചത്. ഇൻഷാ അല്ലാഹ് ഒന്ന് ഓടിച്ച് പറയാം. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മളൊരുപാട് ദഅവാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലേ? പക്ഷെ എത്തേണ്ടവരിലേക്ക് വിഷയങ്ങൾ എത്തേണ്ട രൂപത്തിൽ എത്തുന്നുണ്ടോ ഇല്ലേ? പള്ളിയിൽ നിന്ന് ഉസ്താദ് പ്രസംഗിക്കും, നേരത്തെ ഖുതുബ നിസ്കാരത്തിന് വരണേ എന്ന്. ആരോടാ പ്രസംഗിക്കുക? വന്നവരോട്. ശരിയല്ലേ? നമ്മൾ അടുത്ത കാലത്ത് ഒരുപാട് ലഹരി ബോധവൽക്കരണ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചു. ആരായിരുന്നു ഓഡിയൻസ്? ശരിക്കും അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ജീവിതത്തിൽ ലഹരിയെക്കുറിച്ച് അറിയാത്തവർ. നമ്മൾ ഉഷാറായിട്ട് നല്ല പരിപാടിയൊക്കെ സംബന്ധിച്ചു, നമ്മൾ സമാധാനിച്ചു. പക്ഷെ എത്തേണ്ടവരിലേക്ക് എത്തിയോ ഇല്ലേ? നല്ലൊരു ശതമാനം നമ്മുടെ സമൂഹത്തിലുള്ള ക്യാമ്പസ് വിദ്യാർത്ഥികൾ, ഒരു 95% അല്ലെങ്കിൽ 90% നമ്മുടെ ദൈവത്തെ എത്തുന്നുണ്ടോ ഇല്ലേ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഏത് മഹലിൽ പോയാലും പറയും യൂത്തിനെ നന്നാക്കണം, ടീമിനെ നന്നാക്കണം എന്ന് പറയും. അവരെ നന്നാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പണിയെടുത്തോ ഇല്ലേ? ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കുക. നമ്മൾ ഏത് പ്രോഗ്രാം സംഘടിപ്പിച്ചാലും വരുന്നവർ SMF ആയാലും SYS ആയാലും SKSF ആയാലും SBB ആയാലും പള്ളി ആയാലും മദ്രസ ആയാലും വരുന്ന ഒരു പ്രത്യേക ടീമുണ്ട്. ഒരു 5-4-8 ആൾക്കാരെന്ന് പറയാം. ഇവരായിരിക്കും പ്രധാന ഓഡിയൻസ്. മറ്റൊരു സമൂഹത്തിലേക്ക്, നമ്മളെ ഉള്ളിൽ തന്നെയുള്ള ഒരു ടീമിലേക്ക് ഇത് എത്തുന്നുണ്ടോ ഇല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെല്ലാവരും ഭരണീയരാണ്. അവനവൻ്റെ ഭരണത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടോ ഇല്ലേ? മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമുണ്ട്. എത്തിയവർ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണേന്ന്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്ന് കൈ അമർത്തി വെച്ച് മനസ്സറിഞ്ഞൊന്ന് തോർന്നാണ്. ഒന്ന് കണ്ണടച്ച് പിടിക്കുക. നല്ലൊരു ആഗ്രഹം ഉണ്ടാകട്ടെ. ഒരുപാട് പേരിലേക്ക് ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കണം എന്ന് ആഗ്രഹിക്കുക. നല്ലൊരു നിയ്യത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു സദസ്സാണ്. അൽഹംദുലില്ലാഹ്. നല്ലൊരു നിയ്യത്ത് വെക്കുക. മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. ആഗ്രഹം, നിയ്യത്ത്, പ്രാർത്ഥന. എന്നിട്ട് നമുക്ക് പ്രവർത്തനത്തിന് ഇറങ്ങാം.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ പ്രസംഗിച്ച് പരിചയമില്ല. ഇൻഷാ അല്ലാഹ് ഒരു മിനിറ്റ് കേട്ടോ. ഇനി പരിഹാരം, നേരത്തെ പറഞ്ഞത് പ്രശ്നങ്ങളാണ്. നമുക്കതിൻ്റെ പരിഹാരത്തിൻ്റെ വഴികൾ നോക്കാം. ശരിക്കൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യം വേണം. എന്തിനാണ് സംഘടിപ്പിക്കുന്നതെന്ന്, ആരിലേക്കാണ് സംഘടിപ്പിക്കുന്നത്, എന്തുദ്ദേശത്തിനാണ് സംഘടിപ്പിക്കുന്നതെന്ന് ആ രീതിയിലായിരിക്കണം പരിപാടി സംഘടിപ്പിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഉദാഹരണത്തിന് യൂത്ത് മീറ്റാണ് സംഘടിപ്പിക്കേണ്ടതെങ്കിൽ ചിലപ്പോൾ മഹല്ല് കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും വിളിച്ചാൽ വരുന്ന ടീം ചിലപ്പോൾ 10-30 ആൾക്കാരെ കയറും. എന്നാൽ നാട്ടിലുള്ള യുവാക്കളെ കൂടെ കൂട്ടുപിടിച്ചൊരു യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചാൽ ചിലപ്പോൾ 100-300 ചെറുപ്പക്കാരായിരിക്കും പങ്കെടുക്കുക. അപ്പം നമ്മൾ ആരിലേക്കാണ് എത്തിക്കണമെന്ന് ശരിക്കൊരു പ്ലാൻ ചെയ്യുക. അവരിലേക്ക് നമ്മളെ മെസ്സേജ് എത്തിക്കാനും അവരെ നമ്മളെ സദസ്സിലേക്ക് എത്തിക്കാനും ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് പ്രോഗ്രാം സംഘടിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് വെന്യൂ സെറ്റ് ചെയ്യണം, അതിൻ്റെ ഫാക്കൽറ്റികളെ സെറ്റ് ചെയ്യണം. പരിപാടി കഴിഞ്ഞാൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നടന്നോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചോ, ശരിക്കൊന്ന് വിലയിരുത്തണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തിരുത്താൻ പരിശ്രമിക്കണം. കാരണം നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളൊരു ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടാൽ നമ്മൾ ഇരുന്ന് ആലോചിക്കൂലേ എന്തായിരുന്നു ഇതിന് പ്രശ്നം എന്ന്? ഇങ്ങനത് കണ്ടെത്തി പരിഹരിക്കാൻ പരിശ്രമിക്കൂലേ? ഏറ്റവും വലിയൊരു ബിസിനസ്സാണ് ദഅവത്ത്. ഒരു നഷ്ടമില്ലാത്ത ബിസിനസ്സാണ്. അള്ളാഹു വലിയൊരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അടുത്തൊരു വിഷയം ഒന്ന് ഓടിച്ചു പോകാൻ ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മളെ വിശ്വാസം തെറ്റിക്കുന്ന ഒരുപാട് ചതിക്കുഴികളുണ്ട്. ലിബറലിസം, യുക്തിവാദമൊക്കെ പോലെ. പ്രധാനമായിട്ട് ഞാൻ ഇങ്ങോട്ട് ചെറിയൊരു ചോദ്യം ചോദിക്കാം. 6-ാം നൂറ്റാണ്ടിലില്ലാത്ത എന്ത് തെറ്റാണ് ഇന്നുള്ളത്? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കാണ്. അന്നുള്ള പ്രധാന തെറ്റെന്താണ്? വൈന്, വാറ്, വുമണ്. ഇന്നുള്ള തെറ്റും എന്തുതന്നെയാണ്? ഇതന്നല്ല ആണോ? അല്ലേ? ഒരു പക്ഷേ യുദ്ധം കുറച്ച് കുറഞ്ഞെന്ന് വരാം. ലഹരികളും പെണ്ണുമായി ബന്ധപ്പെട്ടതും യുദ്ധങ്ങളുമാണ്. 6-ാം നൂറ്റാണ്ടിൽ ആ ഡാർക്ക് ഏജിൽ നിന്ന് ആ സമൂഹത്തെ വെളിച്ചത്തിൻ്റെ നൂറ്റാണ്ടിലേക്ക് കൈപ്പിടിക്കാൻ ഉപയോഗിച്ച ടൂൾ എന്താണ്? പരിശുദ്ധ ഇസ്ലാമാണോ? അല്ലേ? പ്രശ്നങ്ങൾ പലതാണെങ്കിലും പരിഹാരം പരിശുദ്ധ ഇസ്ലാമാണ്. ആ രീതിക്ക് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശരിക്കൊരു ഇസ്ലാമിനെ നന്നായിട്ട് ബോധ്യപ്പെട്ടാൽ നമ്മളെ സമൂഹം വഴിതെറ്റി പോകുന്നതിനൊരു പ്രധാന പ്രശ്നം, മദ്രസയിൽ 7-ഓ 8-ഓ കഴിഞ്ഞ് മദ്രസ നിർത്തി. ശരിക്കും എന്താണ് ദീനെന്ന് വേണ്ട രീതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഭൗതിക തലത്തിലേക്ക് പഠിച്ചിങ്ങനെ ഉയരുകയാണ്. ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന ഏരിയ ഉണ്ട്. ദീന് ബോധ്യപ്പെടുന്നില്ല, അത് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അനുഭവിക്കുന്നില്ല, പകർന്നു കൊടുക്കാനും പ്രയാസമാണ്. ഉള്ളറിഞ്ഞത് പഠിക്കാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പം നമ്മളെ സമൂഹത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് യുക്തിവാദത്തിൻ്റെ വിഷയത്തിൽ വരുന്ന പരീക്ഷണം എന്നുള്ളത്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. എങ്ങനെ എന്ന് പറഞ്ഞാണ് നമ്മളെപ്പോഴും പറയുന്ന പരീക്ഷണമാണ് രോഗം, ഇടങ്ങാറ്, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്. ശരിക്കും കണ്ണുള്ളതോ കണ്ണില്ലാത്തതോ പരീക്ഷണം? ഒന്ന് പറയ്. കണ്ണുള്ളതോ കണ്ണില്ലാത്തതോ പരീക്ഷണം? രണ്ടും പരീക്ഷണമാണ്. ആക്സിഡൻറ്റ് പറ്റാലോ പറ്റാതിരുന്നാലോ പരീക്ഷണം? രണ്ടും പരീക്ഷണമാണ്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു അനുഗ്രഹം കൊണ്ട് പരീക്ഷ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? നല്ല മക്കള്, നല്ല സമ്പത്ത്, നല്ല ഭാര്യ, നല്ല വീട് പരീക്ഷ എന്ന് പറയോ? എന്തെങ്കിലും ബുദ്ധിമുട്ടിപ്പെട്ടാൽ ഉടനെ പറയും നമ്മൾ പരീക്ഷണം എന്ന് പറയും. കുടുംബത്തിലെ 10 ആൾക്കാരെ കല്യാണം കഴിച്ചാൽ എല്ലാവരും റാഹത്താണ്, ആരും പരീക്ഷ എന്ന് പറയില്ല. ഒരാൾക്ക് തൊലാക്കായാലോ പരീക്ഷ എന്ന് പറയും. ശരിക്കും ഖൈറും ഷെറും പരീക്ഷണമാണ്. ഖൈറ് കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചാൽ, ശുക്ർ ചെയ്താൽ നന്മയായി. ഷെറ് കൊണ്ട് പരീക്ഷിച്ചാലോ, ക്ഷമിച്ചാൽ നന്മയായി. ഇനി ബുദ്ധിമുട്ടുകൊണ്ട് അള്ളാഹു പരീക്ഷിച്ചാൽ, അതിന് പരിതപിച്ചാൽ തിന്മയായി.
അനുഗ്രഹം കൊണ്ട് പരീക്ഷിക്കുമ്പോൾ അഹങ്കരിച്ചാലും അള്ള തരുന്നത് ഹൈറും ഷെറുമാണ്. നന്മയും തിന്മയാക്കി മാറ്റുന്നത് നമ്മുടെ ഫ്രീ വില്ല് കൊണ്ടാണ്. ഇത് രണ്ടും പരീക്ഷണമെന്ന് ബോധ്യമാവണോ വേണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രധാനമായിട്ടും മതത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു ഏരിയ ഒന്നുകിൽ ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടാഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ഇതുപോലെ ഫീലിംഗ് പരമായ പ്രശ്നങ്ങൾ. അപ്പോൾ രണ്ടും പരീക്ഷണമെന്ന് ബോധ്യപ്പെട്ടവൻ പരീക്ഷത്തിൽ വിജയിക്കേണ്ട മാതൃക ഇങ്ങനെയെന്ന് മനസ്സിലായാൽ പരീക്ഷത്തിൽ പതറാതെ നമുക്ക് മുന്നേറാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ദ്വാരക്കണ എല്ലാ ദ്വാക്കും ഉത്തരം കിട്ടലുണ്ടോ? മറ്റേ കുട്ടി പറഞ്ഞിട്ട് ചിലോളത് ശരിയാവും, ചിലോളത് ശരിയാവൂല. ദ്വാക്ക് ഉത്തരം കിട്ടാതിരുന്നാൽ നമുക്ക് സന്തോഷ സങ്കടം ഫീൽ ചെയ്യാം. ഒന്ന് പറയും. ശരിക്കും നമുക്ക് ദ്വാക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ മനസ്സിലാക്കിയത് ചോദിച്ചത് കിട്ടുന്നത് മാത്രമാണ്. ദ്വാക്ക് അള്ളാഹു ഉത്തരം തരങ്ങൾ ഏത് രീതിക്കാ? 3 രീതിക്ക്. ഒന്നെന്താ? ചോദിച്ചതന്നെ തരും. ഇല്ലെങ്കിലോ ചോദിച്ചതിനേക്കാൾ വലുത് തരും. നമുക്ക് ഒരാളൊരു ബുദ്ധിമുട്ടിനെ തട്ടിക്കളയും. ഇല്ലെങ്കിലോ ആഹർത്തം തരും. ഏതാ ഏറ്റവും ബെറ്റർ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാണ്. എപ്പോഴാ കിട്ടുക? നമ്മൾ നന്മ തിന്മ തൂക്കുന്ന സ്ഥലത്ത്, ഇനിയൊരു നന്മയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ഒരു തിന്മയും മായ്ച്ചു കളയാൻ പറ്റാത്ത ദുനിയാവിലേക്കൊന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്യാൻ അവസരം കിട്ടുന്നത് കൊതിക്കുന്ന സമയത്ത് നമ്മുടെ നന്മയുടെ ഏടിലേക്ക് സമ്മാനങ്ങളെ വന്ന് വീഴുമ്പോൾ സന്തോഷം കൊണ്ട് ആശ്ചര്യപ്പെട്ട റബ്ബിനോട് ചോദിക്കും, പടച്ചോനെ ഇതേതാ നന്മന്ന്? പടച്ചോൻ പറയും, നീ ദോർന്നപ്പോ നിനക്ക് വേണ്ടി ഉത്തരം തരാതെ മാറ്റിവെച്ച സമ്മാനാന്ന് പറയും. ശരിയല്ലേ? ഇനി പറയും, ഏതാ നല്ല ഉത്തരം? വീട്ടിൽ നല്ല കുഴിമന്തി ഉണ്ടാക്കി, 6 മാസം പ്രായമുള്ള കുട്ടി കുഴിമന്തിക്ക് വേണ്ടി കരഞ്ഞു, നമ്മൾ കൊടുക്കുവോ? കുഴിമന്തി മോശമായതുകൊണ്ടാണോ? കുട്ടീനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല. ആ പ്രായത്ത് ആ കുട്ടിക്ക് ആ ഭക്ഷണം ശരിയല്ല എന്ന് രക്ഷിതാവായ നമുക്കറിയാം. നമ്മൾ പടച്ചവനോട് കരഞ്ഞു ചോദിച്ചാലും ഏതേ പടച്ചവൻ നമുക്ക് തരുള്ളൂ. നമുക്ക് ഏറ്റവും ആവശ്യമായത് പടച്ചവൻ നമ്മളെ വിളിച്ച വാക്കും റബ്ബ് എന്നാണ്. അലസ്തുബി റബ്ബിക്കുന്നല്ലേ, ഞങ്ങളെ റബ്ബല്ലേ എന്നല്ലേ. അപ്പോൾ ആവശ്യമായത് ആവശ്യമായ സമയത്ത് ആവശ്യമായ രൂപത്തിൽ നൽകുന്നവനാണ് പ്രിയപ്പെട്ട റബ്ബ്. നന്നായിട്ട് ചോദിക്കുക. ചോദിച്ചത് കിട്ടിയാലും സന്തോഷാണ്, അതുക്ക് മുകളിലുള്ളത് കിട്ടിയാലും സന്തോഷാണ്. ആഫത്ത് തട്ടിക്കളഞ്ഞാലും നാലാഹർന്ന് കിട്ടിയാൽ വലിയ സന്തോഷാണ്. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. ഞാനിതിങ്ങനെ പറയാൻ കാരണം പലപ്പോഴും യൂട്യൂബിലും മറ്റൊക്കെ ഇങ്ങനെ തുറന്നാൽ ഉത്തരം കിട്ടുന്ന ഒരുപാട് ഏരിയകൾ, അതൊന്നും തെറ്റല്ല. പക്ഷെ ദുആക്ക് ഉത്തരം കിട്ടുന്ന രീതികൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് പലരും എന്ത് ചെയ്യും, ചില കാര്യങ്ങൾ നടക്കണം എന്ന് കരുതിയിട്ട് അങ്ങനെ തന്നെ തുറന്നു നോക്കും. ഉത്തരം കിട്ടിയില്ലെങ്കിൽ വഴി തെറ്റിപ്പോകുന്ന അവസ്ഥകൾ കാണാറുണ്ട്. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. ഒന്നാമത് പറഞ്ഞ പരീക്ഷണത്തിന്റെ ഏരിയ ഊന്നി പറയാനുള്ള കാരണം പലതും തിരിഞ്ഞ് പുറത്തുള്ള കാരണങ്ങളിൽ എണ്ണുമ്പോൾ ചില നിരാശകളാണ്, രോഗങ്ങൾ, പരീക്ഷണങ്ങൾ, എന്തേ എനിക്കിങ്ങനെ സംഭവിച്ചു എന്നതാണ്. ശരിക്കും ഈ ചെറിയ വാക്കുകൊണ്ട് നമുക്ക് പരീക്ഷണം തന്നെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നല്ല ഇടപെടലൂടെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ദൈവത്തിന് നല്ല റൂട്ടുണ്ട്. കൂട്ടത്തിൽ പറയുന്നതിനേക്കാൾ റിസൾട്ടാണ് ഒരാളോട് പറഞ്ഞാൽ. ആണോ അല്ലേ? നമ്മളെ നാട്ടിൽ ഒരാൾ വലിയൊരു തെറ്റുപെട്ട് എന്ന് കരുതുക, ഒരു മോശമായ പ്രവർത്തനം, നമ്മൾ അവരോട് എന്താ ചെയ്യുക? ഒന്ന് പറയും, അകറ്റി നിർത്തും. ശരിയല്ലേ? ഒരുപക്ഷെ ഒരു മനുഷ്യൻ നന്നാവാനുള്ള ഏറ്റവും നല്ല സാഹചര്യം എപ്പോഴായിരിക്കും? കുടുങ്ങിയ സാഹചര്യത്തിലായിരിക്കും. ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി കൈ ഉയർത്തുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കൈ തട്ടി മാറ്റിയാണ് ചെയ്തത്. ഒന്ന് ചേർത്ത് പിടിച്ചാൽ മനുഷ്യൻ മാറൂലേ? അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. അകറ്റി നിർത്താതെ ചേർത്തി നിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദൈവത്തിന്റെ ചില ഇടപെടലുകളുണ്ട്. കൂട്ടത്തിലാവണം, കൂടെയാവണം. കൂട്ടത്തിലാകാൻ പാടില്ല. കൂടെയായാൽ കൂട്ടത്തിലാകുമ്പോൾ നമ്മൾ അവരെ തെറ്റിലേക്ക് ഇറങ്ങും. അങ്ങനെയല്ല വേണ്ടത്. കൂടെ ആയതുകൊണ്ട് അവർ തെറ്റിന്ന് മാറി നിൽക്കാണ് വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബാദിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അള്ളാഹിൻ്റെ തൗഫീഖോട് ഒരു കുറച്ച് വർഷത്തെ യാത്രയിൽ കിട്ടിയ ഒരുപാട് എനർജി ഉണ്ട്. അത് മാത്രമാണ് ഇവിടെ നിങ്ങളെ മുന്നിൽ എണീച്ച് നിൽക്കാൻ പറിച്ചു നിന്നൊരു അവസരത്തിൻ്റെ കാരണം. ഒന്നുമല്ലാത്തൊരു സമയത്തുനിന്ന്
SKSFക്കും അവിടുന്ന് ഇബാദുക്കും ഇങ്ങനെ കൈപിടിച്ച് ഉസ്താദുമാർ വളർത്തിക്കൊണ്ട് വന്നതാണ്. വലിയൊരു ദഅവത്തുണ്ട്, റാണിയെ പിടിക്കണ ദഅവത്ത് എന്ന് പറയും. ഒരു കൂട്ടത്തിൽ 10 ആളുണ്ടെങ്കിൽ ആ ലീഡറെ പിടിച്ച് നന്നാക്കി എന്താ സംഭവിക്കുക? ആ ടീം മൊത്തം കിട്ടും. ചിലപ്പോൾ ഒരു നാട് നന്നാക്കാൻ ഒരാളെ നന്നാക്കിയാൽ മതിയാവും. പള്ളിയിലൊക്കെ ജോലിയാണ്, ഒരുപാട് ഉസ്താദുമാർ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും. ഒരു ചെറിയ ഇടപെടൽ മതി ഒരാളെ നന്നാവാൻ. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിലൊരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്, 19 വർഷം വല്ലാത്തൊരു ലോകത്ത് ജീവിച്ച ഒരാളായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അൽഹംദുലില്ലാ 4.5 വർഷമായി നല്ല റൂട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ദായിയാണ്. അള്ളാഹു ഇനിയും ഉയരാൻ തൗഫീഖ് നൽകട്ടെ. ഒരു പ്രഭാഷണത്തിൻ്റെ ശകലം കേട്ടതാണ് ആ മനുഷ്യൻ മാറാനുള്ള കാരണം. ഒരു ശകലം. വൃത്തികെട്ട ജീവിതം നയിക്കുന്ന സമയത്ത് നമ്മളെ കബീർ ബാക്ക ഉസ്താദിൻ്റെ പ്രസംഗത്തിലെ ആ ഖിയാമത്ത് നാളിൻ്റെ അലാമത്തിൽ പറഞ്ഞ ഒരു വിഷയം, ആ മനുഷ്യൻ ആ തെറ്റിലിടപെട്ട ഒരു മനുഷ്യരായിരുന്നു. എന്തിനാ ഖിയാമത്ത് നാളിൻ്റെ അലാമത്ത് നമ്മളാവുന്നു എന്നുള്ള ചിന്ത ആ മനുഷ്യൻ മാറ്റിമറിച്ചു. വലിയൊരു തെറ്റിൽ നമ്മളെന്ന് ഞാൻ ആ വാക്ക് ഒഴിവാക്കുകയാണ്, കാരണം നല്ലൊരു സദസ്സായതുകൊണ്ട്. അങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യൻ മാറിയിട്ട് ഞങ്ങളെ കൂടെ ഒരു ദൈവത്തിന് വന്നിട്ട് ആ മനുഷ്യൻ കരഞ്ഞിട്ട് പറയാണ്, അത്ര മോശമായ സ്ഥലത്ത് ജീവിച്ചൊരു മനുഷ്യനായിട്ട് എന്നെ പോലും പടച്ചവൻ ഇത്രയും ഉയർത്തിയല്ലോ എന്ന്. ഈ അടുത്ത ഉസ്താന്മാരൊക്കെ കണ്ട് മൂപ്പരങ്ങനെ കൈപിടിച്ച് സലാം പറയും, മൂപ്പര് ദോരക്കാനൊക്കെ പറയും, ഒരു മാറി നിന്ന് കരയും, പടച്ചവൻ എനിക്ക് ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് മാറാൻ അള്ളാഹു തൗഫീഖ് നൽകിയല്ലോ എന്ന്. അപ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചാൽ വലിയ റിസൾട്ട് ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു അനുഭവം പറയാം, ഇബാദിൻ്റെ ദായിയുടെ ഒരു അനുഭവമാണ്. ഒരു മനുഷ്യൻ കുടിച്ച് ഇടങ്ങാറായി എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ ആത്മഹത്യയുടെ മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഒരു ദായിയ കൂട്ടുകാരൻ വിളിച്ചു, നിരാശപ്പെടേണ്ട, വഴിയുണ്ടെന്ന്. അദ്ദേഹം ബാംഗ്ലൂരിലാണ്. അവസാനത്തെ പൈസക്കും മദ്യപിച്ചിട്ട് വണ്ടി കയറി തിരിച്ച് നാട്ടിൽ നിന്നിറങ്ങിയപ്പോൾ എണീക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ്. നീ ശരിക്കും പോയി ഒന്ന് റെസ്റ്റ് എടുത്തു പറഞ്ഞു. ശരിക്കും കിടന്ന് ഉറങ്ങി. രാവിലെ അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിച്ചു, പൊട്ടിക്കരഞ്ഞു, തൗബ ചെയ്തു. ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോകൂലെന്ന് പറഞ്ഞു. പേഴ്സ് എടുത്തിട്ട് ഒരു മോതിരം എടുത്തു തന്നു. എന്തേന്ന് വെച്ചു, ഒരു വേണ്ടാത്ത ബന്ധത്തിൽ എനിക്ക് കിട്ടിയ മോതിരാണെന്ന് പറഞ്ഞു. വാപ്പാൻ്റെ അനിയൻ്റെ കൈ കൊണ്ടുപോയി കൊടുക്കണം. അനിയൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊടുത്തു. മാറി സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. വലിയ തെറ്റിലേർപ്പെട്ട കാലങ്ങളോളം അങ്ങനെ ജീവിച്ച മനുഷ്യർ, ഇങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ മാറി വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളത് നമ്മൾ ഇബാദിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പരസ്യമായി പറയുന്നൊരു ശൈലി ഇല്ലാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ടീമാണ് നമ്മളെ കൂടെ ഉണ്ടാവുക. ഇൻഷാ അല്ലാ ഒരുപാട് ദായികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ വലിയ വിപ്ലവങ്ങൾ തീർക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പലപ്പോഴും കാഫിലയിൽ സംഭവിക്കുന്ന ചില വിഷയത്തിൽ, ഇപ്പോൾ ഈ കാസർഗോഡ് അടുത്തുള്ള പാക്യാര മഹലിൽ കാഫില നടന്നപ്പോൾ ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് അവരെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവർ വേണമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇശാവും കഴിഞ്ഞിട്ട് പിന്നെ പള്ളി കമ്മിറ്റിക്കാർ അവരെ കൂട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയൊക്കെ ചെയ്തത്. ഇതിൻ്റെ തൊട്ടടുത്താണ്, ഉദുമ ഭാഗത്താണ് മഹല്ലുള്ളത്. അന്ന് പള്ളിയുടെ മുറ്റത്ത് ചെറുപ്പക്കാരങ്ങനെ കൂട്ടിയിരുത്തിയിട്ട് 5-8 ആൾക്കാരങ്ങനെ മാറ്റിയിരുത്തിയിട്ട് അവരോട് കൽബ് എന്നിങ്ങനെ സംസാരിച്ചപ്പോൾ ഓരോ മുറ്റത്ത്, ആ പള്ളിയുടെ മുറ്റത്ത് ഓരോ കൂട്ടമായി ആളുകളിങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ച് അവരെ ഉള്ളു തട്ടിയിട്ട് ആ പള്ളിയുടെ മുറ്റത്തുനിന്ന് അവർ തൗബ ചെയ്യായിരുന്നുണ്ടായിരുന്നത്. ശരിക്കും ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി, കൽബിന്ന് ഒരു നിമിഷത്തെ ഒരു ഇടപെടൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളാരും പവറല്ല, നമ്മൾ നിൽക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ തണലിലാണ്. നമ്മളെ വലിയ നിയ്യത്ത്, ഒരുപാട് ഉസ്താദന്മാർ, ഒരുപാട് ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, സയ്യിദന്മാർ ദോർന്നൊരു വലിയ പ്രസ്ഥാനമല്ലേ. നമ്മളൊന്നിറങ്ങിയാൽ വലിയ റിസൾട്ടാണ്. കേരളത്തിലെ മറ്റ് ദൈവാ സംഘങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചെറുതായി തോന്നിയാലും റിസൾട്ട് വളരെ വളരെ വലുതാണ്. പറയപ്പെടുന്ന എല്ലാ മേഖലയിലും ഇൻഷാ അല്ലാ കയ്യൊപ്പുകളുണ്ട്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ പ്രധാനമായിട്ട് നമ്മളെ ബാധിക്കുന്നൊരു വിഷയമാണ് യുക്തിവാദം, ശരിയല്ല? ലിബറലിസം, ഇങ്ങനത്തെ ഒരുപാട് വിഷയം. അവരോട് നമ്മൾ സംവദിക്കേണ്ട കാര്യം ദൈവാസ്തിക്യം സ്ഥിരപ്പെടുത്താണ് വേണ്ടത്. ഇതൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, ചെറിയ ചില ചിന്തയിലോട്ട് ഇട്ടുകൊടുക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഈ ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്നുള്ള വിഷയമുണ്ട്. നമ്മളങ്ങനെ നടന്നു പോണ സമയത്ത് ഒരു സൈഡിൽ കുറേ കല്ലിങ്ങനെ കൂടിക്കിടക്കുന്നുണ്ടോ, മറ്റൊരു സൈഡിൽ കല്ലിങ്ങനെ ആർച്ച് രൂപത്തിൽ വളച്ചു വെച്ചുകൊണ്ടോ. രണ്ട് സംഭവം തമ്മിൽ എന്തേ വ്യത്യാസമുണ്ടോ? ഉണ്ട്. കല്ല് കൂടിക്കിടക്കാൻ പല കാരണങ്ങളുണ്ട്. എന്നാൽ കല്ല് ആർച്ച് രൂപത്തിൽ വളച്ചു വെച്ചാൽ ഉറപ്പാണ് അതിൻ്റെ ബാക്കിൽ
ഒരു പ്ലാനിങ് ഉണ്ടാവും. ശരിയാണോ അല്ലേ? ഞാനിതിങ്ങനെ ഊന്നി പറയാൻ കാരണം നമ്മൾ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നു ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കുന്നു എന്ന്. എന്നാൽ സ്കൂളിൽ നിന്നുള്ള പഠനത്തിൽ 2 വിഷയം വരുന്നുണ്ട്. അതൊരു സയൻസിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നതാണ് ബിഗ് ബാങ്കും പരിണാമ സിദ്ധാന്തവും. എന്താ പറയുന്നത്? യാദൃശ്ചികമായ ഒരു പൊട്ടിത്തെറിയിൽ ഈ പ്രപഞ്ചം ഉണ്ടായെന്നും പിന്നീട് തണുത്തുറഞ്ഞൊരു ഭാഗം ഭൂമിയായി മാറി യാദൃശ്ചികമായി ഒരു കോശ ജീവി ഉണ്ടായി പരിണമിച്ച് ലോകത്തുള്ള സകല വസ്തുക്കളും ഉണ്ടായി എന്ന്. നമ്മൾ മദ്രസയിൽ നിന്ന് ഇത് പഠിപ്പിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് മറ്റൊന്ന് പഠിപ്പിക്കുമ്പോൾ മക്കൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. വ്യക്തമായ ഉത്തരം കിട്ടാത്ത സമയത്ത് അവർ ആ കൺഫ്യൂഷനിലാണ് മുന്നോട്ട് പോകുക. ഒരു ദിവസം ഒരു പെൺകുട്ടി തട്ടയച്ചിടൂല, അത് എന്നോ തുടങ്ങിയ സംശയത്തിൻ്റെ ബാക്കിയാണ്. ഒരു ദിവസം ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കൂല, എന്നോ തുടങ്ങിയ മനസ്സിലുള്ള സംശയത്തിൻ്റെ ബാക്കിയാണ്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ ബാക്കിലുള്ള പ്ലാനറ്റ് നമുക്ക് വ്യക്തമായി തെളിയിക്കാൻ പറ്റും. കാരണം അള്ളാഹ് പറഞ്ഞത് അംഫുസിലേക്കും ആഫാക്കിലേക്കും നോക്കാനാണ്. നമ്മളെ ഉള്ളിലേക്കും പുറത്തേക്കും നോക്കിയാൽ വെൽ പ്ലാനഡ് ആണ് നമ്മൾ. ശരിയാണോ അല്ലേ? ശരീരത്തിൻ്റെ ഓരോ അവയവം കറക്റ്റ് പൊസിഷനാണ്. ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ജീവിക്കാൻ കഴിയൂല. അപ്പം നമുക്ക് ജീവിക്കാൻ ഭക്ഷണം ആവശ്യമാണ്. ഭക്ഷണമൊക്കെ ഉണ്ട്, വായല്ലെങ്കിലോ? ഭക്ഷണം വായുണ്ട്, അന്നനാളല്ലെങ്കിലോ? ഭക്ഷണം വായുണ്ട്, അന്നനാളുണ്ട്, ആമാശയില്ലെങ്കിലോ? വേസ്റ്റ് പുറന്തള്ളുള്ള സംവിധാനം ഇല്ലെങ്കിലോ? എല്ലാം ഓർഡറാണോ അല്ലേ? ഓരോന്നും നമ്മളെ കണ്ണിലെ കണ്ണീരിൻ്റെ അളവ് പോലും കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഏതെടുത്താലും ക്ലിയറാണ്. ജനിച്ചപ്പോൾ നമുക്കാർക്കും പല്ലില്ല, പല്ല് വന്നു വളർന്നു കൊഴിഞ്ഞു, രണ്ടാമത്തെ പല്ല് വന്നു വളർന്നു, പ്രത്യേക വളർച്ച എത്തിയപ്പോൾ വളർച്ച നിന്നു, ഇപ്പോഴും പല്ല് വളരുകയാണെങ്കിലോ? എവിടെ എടുത്താക്കിയാലും ഒരു വെൽ പ്ലാനിങ് മോദിയാണ്. പ്ലാനിങ് ഉണ്ടെങ്കിൽ പ്ലാനർ വേണം. പ്ലാനർ ഉണ്ടെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവും. ഉറപ്പല്ലേ? ഏതൊരു ബുദ്ധിയുള്ളവരും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു ലക്ഷ്യം ഉണ്ടാവും. അള്ളാഹു തിരിച്ചറാൻ തൗഫീഖ് നൽകട്ടെ. ഒരു ചിന്ത തരാം. നമ്മളെല്ലാവരും നാളെ ഉറങ്ങിയാണ് ഒരു കപ്പലിലാണെന്ന് സങ്കല്പിക്കുക. കപ്പൽ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. കപ്പലിൽ എല്ലാ ആസ്വാദനങ്ങൾക്കുള്ള വസ്തുക്കളുണ്ട്. കപ്പല് എവിടേക്കാണ് എന്തിനാണ് കൊണ്ടുപോകുന്നത് നമുക്കറിയാതെ നമ്മൾ എന്തെങ്കിലും കഴിക്കോ, കുടിക്കോ, സുഖിക്കോ? എന്നാൽ ചിന്തിക്കാത്തൊരു വിഭാഗം കിട്ടിയതിൽ ആസ്വദിച്ച് നടക്കുന്ന ഉണ്ടാവും. ഈ ഒരുക്കി തയ്യാർ ചെയ്ത പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ പിന്നിലൊരു സൃഷ്ടാവിനെ തിരയുന്നവൻ ആരോ അവനാണ് ബുദ്ധിമാൻ. ഉറപ്പല്ലേ? ഒരു ചിന്ത തുടക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയങ്ങൾ മതിയാവും. അള്ളാഹു തിരിച്ചറാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ പൊതുവെ പറയുന്നൊരു വിഷയമാണ് ഈ നിയമങ്ങളൊക്കെ മാറ്റിവെച്ചാൽ നല്ല ഉഷാറാവൂല എന്നൊരു കഥ പറയും. ശരിയല്ലേ? ഇത് വളരെ ചെറിയൊരു ചിന്തയിൽ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാണ്. ശ്രദ്ധിക്കണില്ലേ? ഒരു ദിവസത്തേക്ക് എല്ലാ നിയമങ്ങളൊന്നും മാറ്റിവെച്ചെന്ന് കരുതുക. കേരള സർക്കാരിൻ്റെ നിയമങ്ങളും ഇന്ത്യ നിയമങ്ങളും ലോകത്തിലെ നിയമങ്ങളും മാറ്റിവെച്ചെന്ന് കരുതുക. മക്കളോട് ചോദിക്കുക എങ്ങനെ ഉണ്ടാവും ചോദിക്കുമല്ലോ, ഒരു അടിപൊളിയൊക്കെ ഇറങ്ങാറ്. ഒന്നുകൂടെ പറയാ, അള്ളാഹു നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചെന്ന് കരുതുക. എങ്ങനെ ഉണ്ടാവും വെച്ചാൽ ആദ്യം പറയൽ എന്തായിരിക്കും? ഫ്രീ ആയി എന്നായിരിക്കും. എന്നിട്ട് അവരോട് ചിന്ത കൊടുക്കുക, ഒരു നിയമവും ഇല്ലാത്ത ഫുട്ബോൾ കളി എങ്ങനെ ഉണ്ടാവും വെച്ചാൽ എന്താ പറയാ? ഒരു നിയമമില്ലാത്ത ഫുട്ബോൾ കളി എങ്ങനെ ഉണ്ടാവും? ക്രിക്കറ്റ് എങ്ങനെ ഉണ്ടാവും? റോട്ടിലൂടെ വണ്ടി ഓടിക്കാൻ കഴിയോ? ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാൻ കഴിയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. ഒരു നിയമമില്ലാതെ സുഗമമായി നമുക്ക് റോട്ടിലൂടെ വണ്ടി ഓടിക്കാൻ കഴിയോ? ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയോ? ഇല്ല. ഞാൻ ചിലപ്പോഴൊക്കെ പറയുന്ന തമാശയാണ്. മുന്നിലൊരു കുട്ടീനോട് പറയും, നീ ഒരു കമ്പനി തുടങ്ങി, അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. നിന്റെ കമ്പനിയിൽ ഒരു പ്രത്യേക നിയമം ഉണ്ടെന്നാ? ഒരു നിയമവുമില്ല, എല്ലാവർക്കും ഇഷ്ടപോലെ പ്രവർത്തിക്കാന്നാണ്. എങ്ങനെ ഉണ്ടാവും ചോദിക്കും. ഒരെന്താ പറയാ? തീരുമാനം എന്ന് പറയും. ചിന്തയാണ്. അപ്പൊ ഏതൊരു വസ്തുവിന്റെ സുഗമമായ നടത്തിപ്പിന് എന്ത് വേണം? നിയമവും നിയന്ത്രണവും അനിവാര്യമാണ്. ആരാ നിയമവും നിയന്ത്രണം തരേണ്ടത്? അതോറിറ്റിയായ അള്ളാഹു. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ പറയുന്ന വലിയൊരു വിഷയമാണ്, എന്തിനാ മതങ്ങളെ? നമുക്ക് നന്മ ചെയ്ത് ജീവിക്കാതെ പോരേന്നറിയും. കേട്ടാ നല്ല വർത്താനാണ്. മതങ്ങൾ മാറ്റിവെച്ച് നമുക്ക് നന്മ തിന്മകൾ വ്യവച്ഛേദിക്കാൻ കഴിയൂല? ഞാൻ നിങ്ങൾക്ക് ഒരു A4 ഷീറ്റും പേനയും തരാം. ഇഷ്ടപ്രകാരം നിങ്ങൾ നന്മയും തിന്മ എഴുതിക്കോളി. 10 മിനിറ്റ് ഞാൻ ആ പേപ്പർ വാങ്ങി നോക്കുമ്പോൾ ഒരുപോലെ വ്യത്യാസമാവോ? നിങ്ങളൊന്ന് പറയും. വ്യത്യാസമാവൂലേ? ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെ നന്മയും തിന്മ എഴുതി അഭിപ്രായ വ്യത്യാസം കൂടുകയോ കുറയോ? കൂടൂലേ?
ഇനി ഏതാ നന്മ ഏതാ തിന്മ എന്നെങ്ങനെ തീരുമാനിക്കും? കറക്കി കുത്തിയാൽ മതിയോ? ടോസ് ഇട്ടാ മതിയോ? എങ്ങനെ എടുക്കാം? ഭൂരിപക്ഷം പറഞ്ഞ തീരുമാനിച്ചാൽ മതിയോ? ഭൂരിപക്ഷം പറഞ്ഞ തീരുമാനിച്ചാൽ മതിയോ? 10 ആൾ കൂടി തീരുമാനിച്ചു കക്കണോ കക്കണ്ടേന്ന്, 9 ആളും കക്കാന്ന് പറഞ്ഞാൽ പറ്റുമോ? ഭൂരിപക്ഷം പറഞ്ഞെന്ന് കരുതി ഒരു വിഷയം ശരിയാവോ? ഇനി പലരും പറയുന്ന വാക്കാണ് ആർക്കും പ്രയാസമില്ലാത്ത വിഷയം ചെയ്താൽ പോരെന്ന്. ഇത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. നമുക്ക് പ്രധാനമായിട്ട് 5 ഇൻപുട്ട് ഉണ്ട്: കാഴ്ച, കേൾവി, സ്മെല്ല്, രുചി, ടച്ച്. 5ലും ഇഷ്ടമുണ്ട് വെറുപ്പുണ്ട്. ശരിയാണോ? അല്ലേ? എല്ലാം ഒന്നാണോ? വ്യത്യാസമാണോ? വ്യത്യാസമല്ലേ? നിങ്ങൾ ഈ ഇട്ട ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, വെറുക്കുന്നവരുണ്ട്. ഉണ്ടോ? അല്ലേ? നമ്മുടെ ഒരു അത്തർ തേച്ചു ഇഷ്ടപ്പെടുന്നവരുണ്ട്, വെറുക്കുന്നവരുണ്ട്. ഈ പ്രസംഗം ഇഷ്ടപ്പെടുന്നവരുണ്ട്, വെറുക്കുന്നവരുണ്ട്. ഉണ്ടോ? അല്ലേ? അഭിരുചി വ്യത്യാസമാണോ? അല്ലേ? ലോകത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ള വിഷയം ഉണ്ടോ? ഇല്ലേ? ഇല്ല. ലോകർക്ക് എല്ലാവർക്കും പ്രയാസമുള്ള വിഷയം ഉണ്ടോ? ഇല്ലേ? ഇല്ല. വ്യത്യാസമാണ്. ആണോ? അല്ലേ? അപ്പൊ ആർക്കും പ്രയാസമില്ലാത്തൊരു വിഷയം ഉണ്ടോ? പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ദേഷ്യമാണ്. ആവാം. അമ്പലത്തിൽ നിന്ന് മണി മുഴങ്ങുന്നതും ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ദേഷ്യമാവാം. ശരിയല്ലേ? ഇനി എങ്ങനെ തീരുമാനിക്കാൻ നന്മ തിന്മകൾ? നിങ്ങളൊരു ഓപ്ഷൻ പറയും. മതമല്ലാത്തൊരു ഓപ്ഷനും ഇല്ല. ഞാനൊരു കാറ് വാങ്ങി, ഡീസലിന്റെ കാറാണ് വാങ്ങിയത്. എണ്ണ അടിച്ചാൻ വേണ്ടി പമ്പ് കയറി. എനിക്കാണ് ഡീസലിനോട് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ എന്ത് ചെയ്തു? ഇന്റെ കാറിൽ ഇന്റെ പൈസ കൊടുത്ത് ഇന്റെ ഇഷ്ടപ്രകാരം പെട്രോൾ അടിച്ച്. എന്താ സംഭവിക്കുക? മൈ കാർ മൈ ചോയ്സ്. പറയും. വണ്ടി മുന്നോട്ട് പോവൂലേ? എന്തുകൊണ്ട്? ഈ ഫോൺ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ഫോണാ. എന്റെ ഇഷ്ടപ്രകാരമാണോ പ്രവർത്തിക്കേണ്ടത്? ഇതിന്റെ അതോറിറ്റിയായ നിർമ്മാതാവ് പറയുന്ന റൂട്ടിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിനൊരു ചാർജ് ആൻഡ് പോർട്ടലുണ്ട്, സിഒ ഇഒ ഏതോ ഒന്ന്. ഏതോ അത് കണക്ട് ചെയ്താല് എന്റെ ഇഷ്ടമല്ല പ്രവർത്തിക്കേണ്ടത്. ക്ലിയർ അല്ലേ? തണുപ്പിക്കാനുള്ള 2 വസ്തുക്കളാണ് എസിയും ഫ്രിഡ്ജും. നമ്മൾ ഓരോന്നും ഓരോ പർപ്പസിലാണ് യൂസ് ചെയ്യാറുള്ളത്. എന്തുകൊണ്ട്? അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിർമ്മാതാവ് അതോറിറ്റി അതിനാണ് സെറ്റ് ചെയ്തത്. യെസ് ഓർ നോ? അപ്പൊ അതോറിറ്റി എന്തു പറഞ്ഞു അതാണ് ശരി. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. ആരാ അതോറിറ്റി? അള്ളാഹു. ശരിയല്ലേ? ഒരാളെ സഹായിക്കൽ നന്മയാണോ തിന്മയാണോ? ഒന്ന് ഉറക്കനെ പറയും. നന്മ. നന്മയുമാവും തിന്മയാവും. ശരിയല്ലേ? എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഓരോ സാഹചര്യം സന്ദർഭം നോക്കിയിട്ട് നമുക്ക് വ്യക്തമായ നിയമങ്ങൾ ആര് തന്നിട്ടുണ്ട്? ആ റൂട്ടിൽ യൂസ് ചെയ്യലാണ് നന്മ. അതിന്റെ ഓപ്പോസിറ്റാണ്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ല. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. വളരെ കുറച്ച സമയത്ത് ദൈവാസ്തികം നമുക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റി. ക്ലിയർ അല്ലേ? നമ്മളെങ്ങനെ ജീവിക്കണമെന്നുള്ള വേദഗ്രന്ഥം യൂസർമാരിൽ നമുക്ക് ആര് തരണം? പറയ്. അതോറിറ്റിയായ അള്ളാഹു തരണം. തന്നതോ? നേരിട്ട് നമുക്ക് തരുന്നതിന് പകരം റോൾ മോഡലായ പ്രവാചകന്മാരിലൂടെ നമുക്ക് തന്നു. ഏറ്റവും സിമ്പിളായ റൂട്ട്. കണ്ട് അനുധാവനം ചെയ്യാനും നന്മ തിന്മകൾ വ്യവച്ഛേദിച്ച് പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രവാചകന്മാരെയും മുർസലിങ്ങളെയും നമ്മിലേക്ക് പറഞ്ഞ ഏറ്റവും സിമ്പിളായ റൂട്ട്. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. അല്ലേ? ഇങ്ങനെ നമ്മളെ മക്കളെ മുന്നിൽ ശരിക്കൊന്ന് മതം പറഞ്ഞു കൊടുത്താൽ ഈസിയാണോ? അല്ലേ? നീ തെറ്റിദ്ധരിക്കുന്ന വലിയ രേഴും മനുഷ്യല്ല നിർത്താം. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. പൊതുവെ യൂത്ത് മീറ്റിൽ എപ്പോഴും സംവദിക്കുന്ന ഒരു വിഷയമാണ്. ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് എൻജോയ് ചെയ്ത് മരിച്ച് സ്വർഗത്ത് പോകാൻ തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങൾക്ക് ആമീൻ പറയാൻ ധൈര്യം ഉണ്ടോ? ഉണ്ടോ? ആയിക്കോട്ടെ. ഹലാല ലഹരികൾ മാക്സിമം ആസ്വദിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പിന്നെ ഹലാല ലഹരി എന്താന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു തരണട്ടാ. ചെമ്പല്ലി കഴിച്ച കഥ ആവരുത്. അതെന്ത്? ചെമ്പല്ലി പറഞ്ഞ മീൻ 1.5 ടേസ്റ്റാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കഴിച്ചിക്കണോ വെച്ച്? ഇല്ല, എൻ്റെ എളാപ്പാന്റെ മോൻ കഴിച്ചു. ആ കഥ ആവരുത്. നിങ്ങൾ അനുഭവിച്ച ഹലാല ലഹരി എന്ന് പറയാൻ കഴിയോ? ഓക്കെ. ലോകത്ത് ഇപ്പോൾ കാണപ്പെടുന്ന വസ്തുക്കളിൽ കൂടുതൽ ഹറാമാണോ ഹലാലാണോ? ഹറാമില്ല. എത്ര ശതമാനം ഉണ്ടാവും? ഒരു കൊട്ടക്കണക്ക് പറഞ്ഞോളൂ.
ഒന്ന് പറഞ്ഞോളേ. ശരിക്കും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കല്ലേ. കാണപ്പെടുന്ന വസ്തുക്കളിൽ ഹറാമായി വരുന്ന വിഷയം ഒന്ന് സ്ത്രീ പുരുഷന്മാരെ ഔറത്തിലേക്ക് നോക്കലാണ്, ആണോ അല്ലേ? രണ്ട് തെറ്റായ ചിന്തയിലേക്ക് കൊണ്ടുവന്ന ഫോട്ടോസ്, വീഡിയോസ്, രൂപം, എഴുത്തിലേക്ക് നോക്കലാണ്. ഒരാളെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കലാണ്, ഒരാളെ വേണ്ടാത്ത ചിന്തയിൽ നോക്കലാണ്, ആണോ അല്ലേ? ഇതല്ലാത്തൊരു ഹറാമ് പറയും. ഓർമ്മ വന്നാ പറഞ്ഞോളൂ, ഞാൻ ഹലാല് പറയാം. ലോകത്ത് ഇപ്പോൾ 87 ലക്ഷം ജീവവർഗമുണ്ട്. അതിൽ ആ കാണൽ ഹറാമുള്ള വർഗം എന്ന് പറയപ്പെടുന്നത് ഏതൊക്കെയാണ്? ഈ അന്യ സ്ത്രീ പുരുഷന്മാരെന്ന് പറഞ്ഞ മനുഷ്യരും ജിന്നിലേക്ക് ഒതുങ്ങി. ജിന്നിനെ നമ്മൾ കാണാൻ പോണത് വിട്ടാളെ, മനുഷ്യരിലേക്ക് മാത്രം ഒതുങ്ങി. ബാക്കിയുള്ള 86,99,998 ജീവവർഗങ്ങളെയും കാണല ഹലാലോ ഹറാമോ? നിങ്ങൾ പറയും, ഹലാലോ ഹറാമോ? ലോകത്തുള്ള ഏതെങ്കിലും സസ്യം കാണൽ ഹറാമുണ്ടോ? ഇല്ല. ലോകത്ത് ഏതെങ്കിലും സ്പേസ് കാണൽ ഹറാമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഏത് വൃത്തികെട്ട സ്ഥലം ഓർത്താലും നേരത്തെ പറഞ്ഞ 4 or 5 ആയിരിക്കും അവിടുത്തെ ഹറാമ്, ആണോ അല്ലേ? ബാക്കിയുള്ളത് ഹലാലാണോ അല്ലേ? ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി, ഹറാമാണോ ഹലാലാണോ കൂടുതലെന്ന്. ഇനിയും കാണലല്ല ഹറാമ്, നോക്കലാണ്, ആണോ അല്ലേ? കാണൽ യാദൃശികാണ്, നോക്കൽ കരുതിക്കൂട്ടിയാണ്. ഹറാമ് ചെറുതായോ വലുതായോ? ഞാൻ വലുതാക്കിയതും ചെറുതാക്കിയതല്ല, ഓൾറെഡി അങ്ങനെ തന്നെയാണ്, ആണോ അല്ലേ? പക്ഷെ നമ്മൾ എവിടെയോ തെറ്റിദ്ധരിച്ചോ എന്നൊരു സംശയം അള്ളാഹു തിരുത്താൻ തൗഫീഖ് നൽകട്ടെ. ക്ലിയർ ആണോ അല്ലേ? ഇനി ഹലാലായ ലഹരികൾ, ശരിക്കും ഈ സമ്മേളനം നമുക്കൊരു ലഹരിയാണോ അല്ലേ? ഇത് ഹലാലാണോ അല്ലേ? ആണ്. ഇപ്പൊ എത്രയോ പേര് ബൈക്കിൽ യാത്ര ചെയ്തു വന്നു, നല്ല റിസ്ക്കാണ്. തിരുവനന്തപുരത്ത് ഒരു ടീം നടന്നു വന്നു എന്ന് പറഞ്ഞു, 30ഓളം ദിവസം എടുത്തു എന്നാ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്, 30 ദിവസം നടക്കണ അവസ്ഥ. അവർക്ക് എന്തുകൊണ്ട് ഇത് എൻജോയ് ആയി തോന്നി? ഉള്ളിൽ അവരതിനെ ഇഷ്ടപ്പെട്ടു, അവർക്കിത് ലഹരിയായി, ഇത്രേ ഉള്ളൂ. ശരിക്കും ഹലാലിൽ ലഹരി കണ്ടെത്തിയാൽ ഹലാൽ ചെയ്ത കൂലിയും കിട്ടും, രസമുള്ള പ്രവൃത്തി ചെയ്ത രസവും കിട്ടും. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇഷ്ടംപോലെ ലഹരികളുണ്ട്. നമ്മളെ നല്ല നമ്മളെ നല്ല ക്ലാസ്സിലിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. വേറെ ഇപ്പൊ കുറച്ചു കാലം മുന്നേ ഇവാദിന്റെ പേരിൽ ട്രിപ്പ് സംഘടിപ്പിച്ചത്, എൻ്റെ പേരെന്നെ എന്തിനറിയോ? ഹലാലിന്റെ ഫുൾ ജാർ വൈബിൽ ഊട്ടിയിലേക്ക് ഒരു ബൈക്ക് യാത്ര നീങ്ങി. 100ഓളം ബൈക്കുണ്ട്. അന്നുണ്ടായ ഒരൊറ്റ സംഭവം പറയാം. മസനഗുഡിയിലെ 36ാമത്തെ ഹെയർപിൻ വളവിന്റെ മുകളിൽ നിന്ന്, 36 ആ മേലുള്ള വളവെന്ന്, അടിപൊളി വ്യൂ പോയിന്റാണ്. അതിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഈ മഗ്‌രിബിന്റെ സമയമാണ്, നമ്മളെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോയ അടിപൊളി ആകാശത്ത് ഇങ്ങനെ അടിപൊളി വർണ്ണങ്ങൾ വിതറിയ സമയമാണ്. കാറ്റടിക്കുന്നുണ്ട്, കാറ്റിന്റെ മറമരല്ല, വല്ലാത്തൊരു ടൈമാണ്. ആ പ്രകൃതി ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ ഒരു പാട്ടെടുത്തു, നാദാനി വരച്ചുള്ള ലോകം എത്ര സുന്ദരം. നമ്മൾ OP അഷ്റഫൊക്കെ അടക്കം ആ യാത്രയിലുണ്ടായിരുന്നു. ശരിക്കും ആളുകൾ നിന്നിട്ട് ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴിക്കുക. എന്നിട്ട് ആ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം അങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു ചെറിയ സ്പേസിന് തന്നെ എത്ര രസമുണ്ടെങ്കിൽ ഈ തമിഴ്നാടിന് എത്ര രസം ഉണ്ടാവും എന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ രസം എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിൽ ഈ ഏഷ്യയുടെ രസം എത്ര ഉണ്ടാവും, ഭൂമിയുടെ രസം എത്ര ഉണ്ടാവും, പ്രപഞ്ചത്തിന്റെ മൊത്തം ആസ്വാദനങ്ങളുടെ രസങ്ങൾ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു. ചിന്തിക്കുകയാണ്. അതുക്കും മേലെയാണ് സ്വർഗം, അതുക്കും മേലെയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുക്കും മേലെയാണ് പ്രിയപ്പെട്ട റബ്ബ്. ഇങ്ങനെ പറഞ്ഞു നിർത്തിയിട്ട് കണ്ണടച്ചിട്ട് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു. എത്ര സമയം നമുക്കിതിന് വേണ്ടി വരിക? അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. പലരും അതിൻ്റെ ഫീഡ്ബാക്കുകൾ അങ്ങനെ പറയാണ്, ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു യാത്ര അടുത്ത കാലത്ത് അത് പോയതെന്ന്. SNSന്റെ മക്കളെ കൂടെ ഒരു യാത്ര പോകാൻ അവസരം കിട്ടി. യൂത്തിൻ്റെ കൂടെ യാത്ര പോകുമ്പോൾ വലിയ ബേജാറാണ്, പക്ഷെ മക്കൾ അടിപൊളി. ശരിക്കും കൊടുക്കേണ്ട രൂപത്തിൽ കൊടുത്താൽ റിസൾട്ട് ഉണ്ടോ അല്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ചെറിയ ചില വാക്കുകൾ പറഞ്ഞാണ്. ഒന്ന്, എനിക്കിങ്ങനെ പ്രസംഗിച്ച ശീലമല്ല, എനിക്കിങ്ങനെ ഇൻട്രാക്ഷൻ നടത്തിയ ശീലമുള്ളൂ. അള്ളാഹു നമുക്കൊരു നല്ല മാറ്റം പ്രദാനം ചെയ്യട്ടെ. ഒരു വാക്ക്, പരിശുദ്ധ ഖുർആനിലൊരു മെസ്സേജ് ഉണ്ട്, ഒരു ഖൗമും മാറാൻ തീരുമാനിക്കാതെ അള്ളാഹു അവരെ മാറ്റൂലെന്ന്.
നമ്മളെ ഏത് കൗൺസിലിംഗ് ആണെങ്കിലും സംസാരങ്ങളാണെങ്കിലും തസ്കിയത്താണെങ്കിലും മാറണമെന്നുള്ള ചിന്തയിലേക്ക് അവരെത്തിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. ചിന്ത അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വഴി പടച്ചോൻ തെളിയിക്കും. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നല്ല നെയ്യത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖുകൾ നൽകട്ടെ. ഒരാൾ ഒറ്റയ്ക്ക് സ്നേഹം പ്രകടിപ്പിച്ച് ഗുണങ്ങളെടുത്ത് പറഞ്ഞ് തെറ്റിനെ സൂചിപ്പിച്ചുള്ള ദഅവത്തിന് വലിയ റിസൾട്ട് ഉണ്ടാവും. നിങ്ങളെനിക്ക് ഇഷ്ടമാണ്, നിങ്ങൾ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്യലില്ലേ, ആ വിഷയങ്ങളൊന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കോ ഇല്ലേ? സ്വകാര്യതയെ പറഞ്ഞു നോക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് റിസൾട്ടുകൾ അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. അരവരി മധുവാക്കും ഒരാളെ മാറ്റത്തിന്. ഒരിക്കലും നമ്മൾ അവരെ നന്നാക്കാനല്ല പരിശ്രമിക്കുന്നത്. നേരത്തെ ഉസ്താദ് പറഞ്ഞ് നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങുകയാണ്. ഒരു കല്ലിൽ വെച്ച് തുണി അലക്കുമ്പോൾ കയ്യും വൃത്തിയാവും, തുണിയും വൃത്തിയാവും, കല്ലും വൃത്തിയാവും. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് നന്നാവാൻ വേണ്ടി മറ്റുള്ളവരുടെ നന്മക്ക് കാരണക്കാരനാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതെങ്കിലും സദസ്സ് ഒന്ന് എണീറ്റ് വെക്കോ, ഒന്ന് തല അടിക്ക് താത്തി പിടിച്ച്, ഒന്ന് സീരിയസില് ഒന്ന് അടിക്ക് താത്തി പിടിച്ച്, ഒന്ന് ഉള്ളു തട്ടിട്ട് നിങ്ങളൊന്ന് ഹംദ് പറഞ്ഞു നോക്കണം. ഒരു ചിന്ത അടിക്ക് താത്തി പിടിച്ചോളൂ. നമുക്ക് അള്ളാഹു തന്ന ഒരുപാട് തൗഫീഖുകളുണ്ട്. ഒന്ന് മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടൊന്ന് ഹംദ് പറഞ്ഞു നോക്കി. ഞാനൊരു സന്തോഷം പറയട്ടെ. ഈ സമയത്ത് എന്നെയും നിങ്ങളെയും അള്ളാഹു കാണുന്നുണ്ട്, അല്ല നോക്കുന്നുണ്ട്. ഉള്ളു തട്ടിയിട്ട് അള്ളാന്നൊന്ന് വിളിച്ച് ഉള്ളിൽ വിളിച്ചു നോക്കണേ. പുറത്തേക്ക് സൗണ്ടൊന്നും കേൾക്കണ്ട. ഉള്ളു തട്ടിയിട്ട് വിളിക്കുക, സൗണ്ട് പുറത്തേക്കേ കേൾക്കണ്ട. ഉള്ളിലെ ചിന്ത പോലും അറിയുന്ന പറയപ്പെട്ടവർ ഒന്ന് മനസ്സറിഞ്ഞ് വിളിക്കുക. എനിക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറയും. അല്ല എനിക്ക് എന്നെ ഇഷ്ടമെന്നൊന്ന് പറഞ്ഞു നോക്കാണ്. ഒന്ന് മനസ്സറിഞ്ഞ് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടാൻ തൗഫീഖ് നൽകണമെന്ന് മനസ്സറിഞ്ഞ് തോരയ്ക്കും. ശരിക്കും നമുക്ക് അള്ളാഹിനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞോ ഇല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ചിന്ത മാത്രം ഇട്ട് തരാം. കാരണം ആരും തുറക്കരുത്. ഞാനും നിങ്ങളും ചെയ്ത തെറ്റിനെ പടച്ചോൻ മറച്ചു വെക്കാതിരുന്നെങ്കിൽ തലപൊക്കി നടക്കാൻ കഴിയോ ഇല്ലേ ഒന്നിങ്ങനെ ചിന്തിച്ചു നോക്കുക. അള്ളാഹു നമുക്ക് തന്ന ഔദാര്യമാണ് നമ്മുടെ ഇസ്സത്ത്. അള്ളാഹു നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. ഇനി ആ തെറ്റെന്നൊന്ന് പറ്റിപ്പോയി എന്ന് മനസ്സറിഞ്ഞ് തെറ്റിന് വെറുത്തോണ്ട് തെറ്റിന്ന് മാറി നിന്ന് ഇനി ചെയ്യൂല റബ്ബേ എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ പൊരുത്തപ്പെട്ട് തരാൻ ആ റബ്ബ് റെഡിയാണ്. ശരിക്കൊന്ന് പറഞ്ഞു നോക്കാൻ ഉള്ളിനുള്ളിൽ ഇങ്ങനെ തെറ്റിനെ വെറുത്തിട്ട് തെറ്റിന്ന് മാറി നീ ചെയ്യൂല റബ്ബേ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ പൊരുത്തപ്പെട്ട് തരും. പിന്നെയും പറഞ്ഞാൽ മായ്ച്ചു കളയും. പിന്നെയും പറഞ്ഞാൽ എഴുതി വെച്ച മലക്കിനെ കൊണ്ട് മറപ്പിച്ച് കളയും. പിന്നെയും 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 നമ്മൾ തൗബ ചെയ്താൽ തെറ്റ് മായ്ച്ചിട്ട് ശരി എഴുതേക്കുന്നൊരു പ്രിയപ്പെട്ട റബ്ബുണ്ട്. നമുക്ക് ആ റബ്ബിനെ ഇഷ്ടപ്പെടണോ വേണ്ടേ? നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ് വാപ്പ വാങ്ങിത്തന്ന് ആ ഫോണ് കൊണ്ട് പച്ച ഹറാമ് വാപ്പാന്റെ മുന്നിൽ നിന്ന് ചെയ്താൽ എറിഞ്ഞു പൊട്ടിക്കൂലേ? ഞാനും നിങ്ങളും ചെയ്ത സകല ഹറാമുകളും അള്ളാഹു തന്ന അനുഗ്രഹത്തെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് ധിക്കരിച്ചതാണ്. അങ്ങനെ ധിക്കരിച്ചിട്ട് പോലും നമ്മളെ മാനം കെടുത്താത്ത, നമ്മുടെ അവയവത്തിന്റെ കഴിവിനെ പിടിച്ചു വെക്കാത്ത സ്നേഹനിധിയായ റബ്ബ് ഉള്ളു തട്ടിട്ടൊന്ന് വിളിക്ക്. അല്ലാഹ് നിന്നെ ഇഷ്ടപ്പെടാൻ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ പ്രിയപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ളറിഞ്ഞിഷ്ടപ്പെടാൻ തൗഫീഖ് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട ഹബീബിനെ ഒരു കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നതാണോ, നമ്മളൊരു ഹറാമ് ചെയ്യുന്നതാണോ ഹബീബിന് കൂടുതൽ സങ്കടം ഉണ്ടാവുക? ഒന്ന് ചിന്തിച്ചു നോക്കി. കത്തി കൊണ്ട് മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ ഹബീബിന് വേദന ഉമ്മത്തൊരു തെറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഞാനും നിങ്ങളും തെറ്റ് ചെയ്തുകൊണ്ട് എത്ര പ്രാവശ്യം തിരു ഹബീബിനെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ശരിക്കും ആലോചിച്ച് നോക്കാണ്. അള്ളാഹുവെ ആ ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങളെ കൽബിനെ നിറക്കണേ അല്ലാ. മനസ്സറിഞ്ഞ് തോർക്കി. രണ്ട് ദുആ ഒന്ന് മാറി മാറി നോർക്കി. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം, അള്ളാൻ്റെ ഇഷ്ടത്തിൽ നമ്മൾ പെടണം. പ്രിയപ്പെട്ട ഹബീബരും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഇഷ്ടപ്പെടണം, ആ ഹബീബരുടെ ഇഷ്ടത്തിൽ നമ്മൾ പെടണം. അല്ലാഹ് തൗഫീഖ്. ഒന്ന് മാറി മാറി തോരം നോക്കാണ്. ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ.
പരിശുദ്ധ ദീനിനെ ഇഷ്ടപ്പെട്ട് ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പടച്ചോനെ നിൻ്റെ തൃപ്തിയിലായി ജീവിച്ചു മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ആസ്വാദന മരണം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് കൈപിടിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആൻ്റെ വസിയത്ത് ചെയ്യുക. ഇരുന്നോളി.